2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് ജനങ്ങളെ ചേർത്തു നിർത്തുന്ന ജനപ്രിയ ബജറ്റാണെന്ന് നിസ്സംശയം പറയാം. 1,82,000 കോടി രൂപ റവന്യൂ വരവും 2,40,000 കോടി രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പെൻഷൻ പരിഷ്കരണങ്ങൾക്കും സാമൂഹ്യ സുരക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് പ്രധാന പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എഫക്റ്റീവ് മൂലധന ചെലവ് 30,961 കോടി 48 ലക്ഷം രൂപയായി നിശ്ചയിച്ചു. റവന്യൂ കമ്മി 34,587 കോടി രൂപയും ധനക്കമ്മി 55,420 കോടി രൂപയുമാണ്. റവന്യൂ വരുമാനത്തിൽ 45,089 കോടി 49 ലക്ഷം രൂപയുടെ വർധനവും തനത് നികുതി വരുമാനത്തിൽ 10,271 കോടി 51 ലക്ഷം രൂപയുടെ വളർച്ചയും ലക്ഷ്യമിടുന്നുണ്ട്. അങ്കണവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരക്മാർ എന്നിവർക്ക് പ്രതിമാസം 1,000 രൂപ വീതം വർധനവ് പ്രഖ്യാപിച്ചു. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1,500 രൂപയും ലൈബ്രറിയന്മാരുടെ അലവൻസ് 1,000 രൂപയും കൂട്ടി. കരാർ ദിവസവേതന ജീവനക്കാർക്ക് പ്രതിദിന വേതനത്തിൽ 5% വർധനവും സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പ്രതിദിനം 25 രൂപ വർധനവും അനുവദിച്ചു. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കുടിശ്ശികയായ DA, DR പൂർണ്ണമായും നൽകും. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും. അടിസ്ഥാന ശമ്പളത്തിന്റെ 50% വരെ പരമാവധി പെൻഷൻ ഉറപ്പാക്കും. DR അനുവദിക്കും. നിലവിലെ NPS-ൽ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷനും ഉണ്ടാകും. റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ലൈഫ് സേവർ പദ്ധതി നടപ്പാക്കും. ഇനം രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയായ KARE-യിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗത്തിനുള്ള മരുന്നിന് 30 കോടി രൂപ നീക്കി. ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ 3 കോടി രൂപ. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തി. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്കും ധനസഹായം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം അങ്കമാലി MC റോഡ് വികസനത്തിന് 5,217 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി. തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ പട്ടണങ്ങളിൽ ബൈപ്പാസുകളും ജംഗ്ഷൻ വികസനങ്ങളും നടപ്പാക്കും. കൊച്ചിയിൽ ധനകാര്യ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ഫിനാൻസ് ടവർ സ്ഥാപിക്കും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ചവറയും കൊച്ചിയും ബന്ധിപ്പിക്കുന്ന റയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും. ഇതിലൂടെ 42,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളും 50,000 കോടി രൂപയുടെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് സർക്കാർ കണക്കാക്കുന്നു. ക്രിട്ടിക്കൽ മിനറൽ മിഷൻ 100 കോടി രൂപയും പ്രതിരോധ ഇടനാഴിക്ക് 50 കോടി രൂപയും അനുവദിച്ചു. കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുന്ന സൈബർ വാലിക്ക് 30 കോടി രൂപ. വർക്ക് നിയർ ഹോം പദ്ധതി വ്യാപിപ്പിക്കാൻ 150 കോടി രൂപ. ഗിഗ് തൊഴിലാളികൾക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഗിഗ് ഹബ്ബ് സ്ഥാപിക്കാൻ 20 കോടി രൂപ. കാർഷിക മേഖലയ്ക്കും അനുബന്ധ മേഖലകൾക്കും 2,071 കോടി 95 ലക്ഷം രൂപ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിതരണവും ലക്ഷ്യമിട്ടുള്ള മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് 22 കോടി 27 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3,720 കോടി രൂപയും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 400 കോടി രൂപയും അനുവദിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ടായി 3,237 കോടി രൂപ. മെയിന്റനൻസ് ഫണ്ടായി 43,016 കോടി രൂപ. പ്ലാൻ ഫണ്ടായി 10,189 കോടി രൂപ അനുവദിച്ചു. പഞ്ചായത്ത് മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നും മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി രൂപീകരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. പഴയ പെട്രോൾ, ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസായി 40,000 രൂപ. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനുള്ള വായ്പകൾക്ക് 2% പലിശ ഇളവ്. ഓട്ടോ സ്റ്റാൻഡുകളിൽ സോളാർ അധിഷ്ഠിത ചാർജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ 20 കോടി രൂപ.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണ നിലനിർത്താൻ തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുന്നതിന് 20 കോടി രൂപ. വിവിധ പഠന കേന്ദ്രങ്ങൾക്കും മ്യൂസിയങ്ങൾക്കും ധനസഹായം പ്രഖ്യാപിച്ചു. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിനെ രാജ്യത്തെ മുൻനിര മികവിന്റെ കേന്ദ്രമാക്കാൻ 10 കോടി രൂപയും കേരള കലാകേന്ദ്രത്തിന് സ്ഥിരം വേദികൾ സ്ഥാപിക്കാൻ 10 കോടി രൂപയും അനുവദിച്ചു. സാമൂഹ്യ സുരക്ഷയും ജീവനക്കാരുടെ ക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ബജറ്റാണിതെന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്.